സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന വരുൺ രാധികയെ കണ്ടുപിടിക്കുന്ന ഒരു മുഹൂർത്തം എത്തുന്ന ഒരു പ്രമോയാണ് ഇതിൽ കാണിക്കുന്നത്. പ്രിയങ്ക അങ്ങനെ രാധികയുടെ ഫോണിൽ പറയണേ, ചേച്ചി നാളെ രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, നാളെ നമുക്ക് അവിടെ വെച്ച് കാണാം, ചേച്ചി അവിടെ ഉണ്ടാകണം, എനിക്ക് ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും തീരുമാനിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക കോൾ കട്ടാക്കുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി പ്രിയങ്കയ്ക്കിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുക. പ്രിയങ്ക നാളെ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, നമുക്ക് അവളോടുള്ള കണക്കുകളെല്ലാം അപ്പം തന്നെ തീർക്കണം. അങ്ങനെ പ്രിയങ്ക അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി അച്ഛനോടും അമ്മയോടും അനുവാദം വാങ്ങിച്ച് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം അമ്മ വരുണിനെ കാണുമ്പോൾ വരുണിനോട് പറയണേ, മോനെ പ്രിയങ്ക മോള് അവളുടെ നാട്ടിലുള്ള അമ്പലത്തിലേക്ക് പോകുക, നിനക്കും കൂടി അവളുടെ കൂടെ പൊക്കൂടെ. അങ്ങനെ വരുണും കൂടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രിയങ്ക ടെൻഷനാകുക. പ്രിയങ്ക പറയണേ, വേണ്ടമ്മേ, വരുണിന് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. അന്നേരം വരുൺ പറയണേ, ആ അമ്പലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാനും വരാം. അങ്ങനെ വരുണും കൂടെ വരുന്നുണ്ടെന്നറിയുമ്പോൾ പ്രിയങ്ക ടെൻഷനാകുക. ഈശ്വര, ചേച്ചിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വരുൺ കൂടെ വന്നാൽ ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും വരുണും കൂടി അമ്പലത്തിലെത്തുന്നതാണ്. ഇതേസമയം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികയും കാണിക്കുന്നുണ്ട് കേട്ടോ. രാധികയുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് ഗൗതവും ഫ്രണ്ട്സും എത്തുന്നുണ്ടാവും. എടാ, അവളൊറ്റക്ക ഇത്തവണ മിസ്സാക്കാൻ പാടില്ല, അവളെ നീ പൊക്കിക്കൊണ്ട് വന്നേക്കും. ഈ സമയം വരുണാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ ചുറ്റി നടന്ന് അവിടെ ഒരു കാവ് പോലത്തെ സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം അതേ വഴിയിലൂടെ ആയിരിക്കോട്ടെ രാധിക്കാൻ വരുന്നത്. ഗൗതമിൻ്റെ ഗുണ്ടകൾ രാധികയെ വാവുത്തിക്കൊണ്ട് അവിടെ നിന്ന് കടത്താൻ ശ്രമിക്കുവാണ്. ഈ സമയം ഇത് കാണുന്ന വരുൺ അങ്ങോട്ടേക്ക് ഓടി വന്ന് ആ ഗുണ്ടകളെ ഇടിച്ചിട്ടിട്ട് രാധികയെ രക്ഷിക്കുവാണ്. രാധികയെ ഇത്തവണ കയ്യിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ രാധികയെ മുറുകെ ചേർത്ത് പിടിക്കുവാണ് വരുൺ. അതിൻ്റെ ഇടയിൽ വീഴാൻ പോകുന്ന രാധിക ഇങ്ങനെ ചേർത്ത് പിടിച്ച് വരുണും രാധികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയും വരുണിനെ കാണുമ്പോൾ സ്വയം മറന്നു നിൽക്കുകയും ചെയ്യുന്ന രാധികേനെയൊക്കെ പ്രമുഖയിൽ കാണിക്കുന്നുണ്ട്. ഈ സമയം അവിടെയൊന്നും വരുണിനെ കാണാതെ പ്രിയങ്കയും വരുണിനെ അന്വേഷിച്ച കാട്ടിലൂടെ നടക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡിലേക്കാണ് കേട്ടോ സ്നേഹപൂർവ്വ ക്ഷമ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. വരുണും രാധികയും കണ്ടെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.